നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞ്. ഇപ്പോൾ പിതൃത്വം ഏറ്റെടുക്കുന്നവർ പണ്ട് പദ്ധതി പൊളിക്കാൻ ശ്രമിച്ചവരെന്നും ഹസൻ. വിഴിഞ്ഞത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം. ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനും വിമർശനം. SNDP RSSനെ സഹായിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെ പാടെ മറന്ന പ്രവർത്തന രീതി. വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും RSSൽ എത്തിക്കഴിഞ്ഞുവെന്നും MV ഗോവിന്ദൻ. വിമർശനം അനുസ്മരണ പരിപാടിക്കും. ചെങ്കൽ തൊഴിൽ മേഖല പ്രതിസന്ധിയിൽ. സൂചനാ പണിമുടക്കവുമായി അസോസിയേഷൻ. പ്രതിഷേധവുമായി കലക്ടറേറ്റിലേക്ക് മാർച്ച്. പരിഹാരമായില്ലെങ്കിൽ ഓഗസ്റ്റ് 5 മുതൽ അനിശ്ചിതകാല പണിമുടക്കം. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി എന്ന് UDF കൺവീനർ MM ഹസൻ. അതുകൊണ്ട് വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ്. ആരോപണം ഉന്നയിച്ച് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിപ്പിക്കാനാണ് CPM ശ്രമിച്ചതെന്നും ഹസൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നും MM ഹസൻ കണ്ണൂരിൽ പറഞ്ഞു. ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഈ പദ്ധതി തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ് ഇന്ന് ഇതിൻ്റെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് അവരുടേത് മാത്രമായി വിഴിഞ്ഞം തുറമുഖം എന്നത് LDF സർക്കാരിൻ്റെയും പിണറായിയുടെയും വലിയ ഒരു നേട്ടമായി ഇന്നവർ അവകാശവാദം നടത്തുകയാണ്. ഒരു സർക്കാരിൻ്റെ ഒരു വലിയ വികസന പദ്ധതി, അതും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചു, പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയാക്കി. അതിൻ്റെ പിതൃത്വവും അതിൻ്റെ മുഴുവൻ നേട്ടവും പിണറായി സർക്കാരിന് മാത്രം എങ്ങനെ അവകാശപ്പെടാൻ കഴിയും? യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്, UDFൻ്റെ ബേബിയാണ്, UDF സർക്കാരിൻ്റെ ബേബിയാണ്. ആ നിലയ്ക്ക് വാസ്തവത്തിൽ ഇന്നത്തെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി തസ്കര സംഘങ്ങളുടെ താവളമായി മാറിയെന്നും ഹസൻ ആരോപിച്ചു. കണ്ണൂർ പ്രവർത്തന ശൈലി മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. പത്തനംതിട്ടയിൽ ലഹരി മാഫിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഇതിനുള്ള ഉദാഹരണമാണ്. ഇടതുമുന്നണി സർക്കാരിന്റെ അഴിമതിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് PSC കോഴ. മന്ത്രി റിയാസിനെതിരെയാണ് ആരോപണം ഉയർന്നത്. പോലീസ് കേസെടുക്കാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവോ കോൺഗ്രസോ അല്ലെന്നും ഹസൻ കണ്ണൂരിൽ പറഞ്ഞു. സ്വർണ്ണാഭരണം കവർന്ന കേസിൽ സൈനികൻ അറസ്റ്റിൽ. തലശ്ശേരി മഞ്ഞോടി സ്വദേശിയുടെ അരപ്പവൻ മാല കവർന്ന കേസിലാണ് പ്രതി പിടിയിലായത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. പ്രതി ഇന്ത്യൻ കരസേന ഉദ്യോഗസ്ഥനാണ്. തലശ്ശേരി മഞ്ഞോടി സ്വദേശിനിയുടെ കഴുത്തിൽ നിന്നും അരപ്പവൻ സ്വർണ്ണാഭരണം കവർന്ന കേസിലാണ് പ്രതി പിടിയിലായത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തലശ്ശേരി SI ആയ ദീപ്തി VVയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പ്രതി നിലവിൽ ഇന്ത്യൻ കരസേനയിൽ ജോലി ചെയ്യുന്ന ആളും ഇപ്പോൾ നാട്ടിൽ അവധിക്ക് വന്നയാളുമാണെന്ന് പോലീസ് പറഞ്ഞു. തലശ്ശേരി ആശുപത്രിയിൽ കാണിക്കാൻ വന്ന അമ്മയുടെ കൂടെ വന്ന മകളുടെ സ്വർണ്ണമാലയാണ് പ്രതി കവർന്നത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിൽ പണം നഷ്ടപ്പെട്ടതായി പരാതി. ഉയർന്ന അളവിൽ ലാഭം വാഗ്ദാനം ചെയ്യുകയും തുടർന്ന് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് പല തവണകളിലായി പ്രതികൾ പണം ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഇത്തരത്തിൽ 8,16,000 രൂപയാണ് ഇരയ്ക്ക് നഷ്ടപ്പെട്ടത്. ജാഗ്രത പുലർത്തണമെന്ന് സൈബർ ക്രൈം വിഭാഗം അറിയിച്ചു. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വഴി വലിയ ലാഭം വാഗ്ദാനം ചെയ്യുകയും തുടർന്ന് ക്ലിയർ വാട്ടർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് പല തവണകളിലായി പ്രതി ആവശ്യപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുവാൻ ആവശ്യപ്പെടുകയും നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് കൂടുതൽ ലാഭം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുമാണ് തട്ടിപ്പിനിരയാക്കിയത്. പണം നൽകിയതിനു ശേഷം ലാഭമോ കൈമാറിയ പണമോ നൽകാതെ വഞ്ചിക്കുകയായിരുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്കും വാട്സ്ആപ്പ് വഴിയും മറ്റും സന്ദേശം ലഭിക്കാം. അതിൽ വിശ്വസിക്കരുതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പിൽ നിന്നും ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന നമ്പറിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള ഓൺലൈൻ പോർട്ടലിലോ പരാതി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആദ്യത്തെ 1 മണിക്കൂറിനകം തന്നെ പരാതി നൽകാൻ ശ്രദ്ധിക്കുകയും വേണം. അടുത്ത ഒരു വർഷത്തിനകം ജില്ലയിലെ നഗരസഭകൾ മാലിന്യ സംസ്കരണ മേഖലയിൽ ലക്ഷ്യം കാണാനായി ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനുള്ള ദ്വിദിന ശില്പശാലയ്ക്ക് കണ്ണൂർ കാട്ടാമ്പള്ളി കൈരളി ഹെറിറ്റേജിൽ തുടക്കമായി. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യമാണ്. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജനങ്ങളുടെ
മനോഭാവവും മാറുന്നില്ല എന്നുള്ളതാണ് വലിയ വസ്തുത. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാലിന്യ സംസ്കരണം എന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ അത് എവിടെ ഉപേക്ഷിക്കപ്പെട്ടു പോയാലും അത് കൊണ്ടുപോയി സംസ്കരിക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങളുടെ അതാണ് എന്ന ഒരു ചിന്താഗതിയിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. അതൊരു മാറ്റം അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് ഓരോ ദിവസവും കഴിയുന്തോറും മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സ്ഥിതിവിശേഷം, അത് പ്ലാസ്റ്റിക് ആയാലും അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങളായാലും അത് വല്ലാത്ത നമ്മുടെ നാടിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ അത് വല്ലാതെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഒരുപാട് തവണ നമ്മളൊക്കെ നേരത്തെ മെമ്പറായിരുന്ന സമയത്തൊക്കെ നമ്മൾ പല രീതിയിലും ഇതുമായി ബന്ധപ്പെട്ട് പരിശ്രമിച്ചുവെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സെറീന റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും മനോഭാവ മാറ്റം ഉണ്ടാക്കലാണ് പ്രധാന ലക്ഷ്യമായി പരിഗണിക്കേണ്ടതെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേയർ പറഞ്ഞു. ജില്ലയിലെ നഗരസഭാ സെക്രട്ടറിമാർ, ക്ലീൻ സിറ്റി മാനേജർമാർ, ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ, കില എന്നിവരുടെ റിസോഴ്സസ് പേഴ്സൺമാർ, ഹരിത കർമ്മസേന കൺസോർഷ്യം ഭാരവാഹികൾ എന്നിവരാണ് ജില്ലാതല ശില്പശാലയിൽ പങ്കെടുത്തത്. തദ്ദേശ ഭരണ വകുപ്പ്, കില, ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ, KSWMP, കുടുംബശ്രീ, ക്ലീൻ കേരള കമ്പനി എന്നിവയുടെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. 2024-25 വർഷത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമായി കണക്കാക്കിയിട്ടുള്ളത് സമ്പൂർണ്ണത, സുസ്ഥിരത, മനോഭാവം മാറ്റം എന്നിവയാണ്. അജൈവ മാലിന്യ ശേഖരണം പൂർണ്ണമാക്കി സുസ്ഥിരത നിലനിർത്തൽ, ജൈവ മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നത് ഉറപ്പാക്കൽ, പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കൽ, സാനിറ്ററി മാലിന്യം ഉൾപ്പെടെയുള്ള മറ്റു പ്രത്യേക മാലിന്യങ്ങൾക്ക് സംസ്കരണ സംവിധാനം ഒരുക്കൽ, ദ്രവ്യ മാലിന്യ സംസ്കരണ സംവിധാനത്തിനായുള്ള പൂർത്തീകരിക്കൽ എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. ഇടവേളക്ക് മുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞ്. ഇപ്പോൾ പിതൃത്വം ഏറ്റെടുക്കുന്നവർ പണ്ട് പദ്ധതി പൊളിക്കാൻ ശ്രമിച്ചവരെന്നും ഹസൻ. വിഴിഞ്ഞത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം. ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനും വിമർശനം. SNDP RSSനെ സഹായിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെ പാടെ മറന്ന പ്രവർത്തന രീതി. വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും RSSൽ എത്തിക്കഴിഞ്ഞുവെന്നും MV ഗോവിന്ദൻ. വിമർശനം അനുസ്മരണ പരിപാടിക്ക്. ചെങ്കൽ തൊഴിൽ മേഖല പ്രതിസന്ധിയിൽ. സൂചനാ പണിമുടക്കവുമായി അസോസിയേഷൻ. പ്രതിഷേധവുമായി കലക്ടറേറ്റിലേക്ക് മാർച്ച്. പരിഹാരമായില്ലെങ്കിൽ ഓഗസ്റ്റ് 5 മുതൽ അനിശ്ചിതകാല പണിമുടക്കം. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. SNDPക്കെതിരെ രൂക്ഷ വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ SNDP അട്ടിമറിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. SNDP RSSൽ എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വത്ത് രാഷ്ട്രീയത്തെ വളർത്തി ജാതി ഉപജാതി വിഭാഗങ്ങളെ വർഗീയമായി ഏകീകരിക്കാൻ RSSനെ സഹായിക്കുകയാണ് BDJS വഴി വെള്ളാപ്പള്ളി നടേശനും മകനും ചെയ്യുന്നത്. അങ്ങനെ SNDPയെ RSSൽ എത്തിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, SNDPയുടെ പേരിൽ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം. പക്ഷേ ചാതുവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ പുതിയ ഭരണഘടന പോണമെന്ന RSSന്റെ പ്രത്യശാസ്ത്രത്തോടൊപ്പം നിന്ന് RSS തന്നെ മുൻകൈയെടുത്ത് രൂപപ്പെടുത്തിയ 20 വർഷം മുമ്പ് ആരംഭിച്ച BDJS എന്ന പാർട്ടി, അതിന്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശന്റെ മകൻ, ഇപ്പോൾ അവസാന ഘട്ടം വന്നപ്പോൾ ഭാര്യയും അതിന്റെ ഭാഗമായിട്ട് മാറി. SNDPയെ മുഴുവൻ അതിലേക്ക് എത്തിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് BDJSും RSSും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുടെ ഭാര്യയും മകനും RSSൽ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. പയ്യന്നൂരിലെ ധൻരാജ് രക്തസാക്ഷി ദിനം അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മെഡിക്കൽ ലബോറട്ടറീസ് ഓണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർ വിദ്യാഭ്യാസ പരിപാടിയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിക്കുന്നു. ജൂലൈ 14 ഞായറാഴ്ച താമക്കര മലബാർ റെസിഡൻസിലാണ് പരിപാടി നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രജീഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഒരു കൺവെൻഷനും അതുപോലെ തന്നെ തുടർ വിദ്യാഭ്യാസ പരിപാടി നടത്തിയാണ്. ഗവൺമെൻറ് കൊണ്ടുവന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലിൻ്റെ ഭാഗമായി ലബോറട്ടറിയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ മേഖലയിൽ കഴിഞ്ഞ 12 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന സംഘടന എന്ന രീതിയിൽ മുഴുവൻ ലബോറട്ടറികളുടെയും കുറ്റമറ്റതായ രീതിയിലുള്ള റിസൾട്ട് നൽകുന്നതിന് അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ഗവൺമെൻറ്റിനോട് നിരവധി കാലങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതും ഈ കേരളത്തിലെ ഒരു ഗവൺമെൻറ് നിയമം കൊണ്ടുവരണമെന്നും ആ നിയമം കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലബോറട്ടറികളെ നിയന്ത്രിക്കണമെന്നും ആദ്യം ആവശ്യപ്പെട്ട സംഘടനയും അതോടൊപ്പം തന്നെ ക്വാളിറ്റി കൺട്രോൾ, ഈ ലാബുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തന്നെ ക്വാളിറ്റി കൺട്രോൾ മെറ്റീരിയലുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട സംഘടന കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി 2010 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലും അതിൻ്റെ ചുവട് പിടിച്ച് സംസ്ഥാനത്ത് നടപ്പിലാക്കിയപ്പോൾ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റമാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ നിയമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മിനിമം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ മാക്സിമം സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു. ആ സമയത്തും നമ്മുടെ ലബോറട്ടറിയിലെ ടെക്നീഷ്യന്മാർക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തുടർ വിദ്യാഭ്യാസ പരിപാടി കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ മെമ്പർ ലാബുകളെയും ടെക്നീഷ്യന്മാർക്ക് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് ഉൾപ്പെടെ ഈ മേഖലയിൽ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയെക്കുറിച്ചുള്ള ഒരു തുടർ വിദ്യാഭ്യാസ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 14 വർഷക്കാലമായി ലബോറട്ടറി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് MLOA. സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് പുതിയ ടെക്നോളജിയെക്കുറിച്ചുള്ള അറിവിനും കൃത്യത ഉറപ്പുവരുത്തുന്നതിനും ജില്ലാതലത്തിലും ഏരിയ തലത്തിലും തുടർ വിദ്യാഭ്യാസ പരിപാടികൾ നടത്തിവരാറുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ രജീഷ് കുമാർ PK, ഉമേഷ് കുമാർ V, ശ്രീനിവാസൻ KV, സ്മിജ KV എന്നിവർ പങ്കെടുത്തു. ചെങ്കൽ മേഖലയിൽ 22-ന് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ചെങ്കൽ ഓണേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ഓഗസ്റ്റ് 5 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചതായും സംസ്ഥാന പ്രസിഡന്റ് നാരായണൻ കുളത്തൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1-ാം തീയതി മുതൽ ഒരു ചട്ടം ഭേദഗതി ചെയ്തു. ആ ഭേദഗതി ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഈ പെർമിറ്റ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം ഗവൺമെൻറ്റിൽ പോവും. ഗവൺമെൻറ് അതിനു വേണ്ടി ഒരു കമ്മിറ്റി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റി പരിശോധിച്ച് റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു. എന്നിട്ടും ആ റിപ്പോർട്ടിനനുസരിച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ മേഖല ആകെ തന്നെ പ്രതിസന്ധിയാണ്. നിങ്ങൾക്കറിയാവുന്നതായിരിക്കും, വാഹനങ്ങളൊക്കെ തന്നെ റോഡിൽ തടയൽ, അതുപോലെ തന്നെ ക്വാറികളിലൊക്കെ തന്നെ വന്ന് വൻ ഫൈൻ, ചെറിയ രീതിയിലുള്ള ഫൈനല്ല, ചെറിയൊരു കോറിക്ക് പോലും
24 സെൻറ്റ് സ്ഥലം ഒരു ചെറിയ ചെങ്കൽ കോറിക്കോലി 24 ലക്ഷവും 30 ലക്ഷമൊക്കെ ഫൈൻ ചുമത്തുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് ഇപ്പം. അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പാസ് എടുത്തിട്ട് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നില്ല. ആ ചട്ടം ഭേദഗതിയിൽ 75,000 രൂപയായിരുന്നു ഞങ്ങൾക്ക് 24 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഖനനത്തിന് ഞങ്ങൾ ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ട പൈസ. അത് 5 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. 5 ലക്ഷം രൂപയോളം 4,80,000 ചില രൂപയാവും. അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ തന്നെ വേറെ. അപ്പോൾ അതെടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കമ്മിറ്റീനെ നിയോഗിച്ചത് ഗവൺമെൻറ്. ആ കമ്മിറ്റി പരിശോധിച്ച കാര്യവും പൂർണ്ണമായി അംഗീകരിക്കാനോ ഞങ്ങൾക്ക് അതിൽ ഇളവ് തരാനോ ഇതുവരെ ഗവൺമെൻറ് സന്നദ്ധമായില്ല. അതുകൊണ്ട് ഈ വരുന്ന മാസം 22-ാം തീയതി ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തും. അതോടൊപ്പം തന്നെ അതാത് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കളക്ടറേറ്റിലേക്ക് എല്ലാ ജില്ലകളിലും ഒരു കളക്ടറേറ്റ് മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. ചെങ്കൽ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന ചെങ്കൽ ഓണേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ 22-ന് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. അന്നേ ദിവസം കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്താനും പ്രശ്നത്തിന് പരിഹാരമാവുന്നില്ലെങ്കിൽ ഓഗസ്റ്റ് 5 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനും തീരുമാനിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് നാരായണൻ കൊളത്തൂർ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത്. ഹുസൈൻ ബേറഡുക്ക, മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലയൺ KV രാമചന്ദ്രൻ ഗവർണറായിട്ടുള്ള ലയൺ ഡിസ്ട്രിക്ട് 318 2024-25 വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറുടെ ക്യാബിനറ്റ് ഓഫീസർമാരുടെയും ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രവിഗുപ്തയുടെയും സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടൈറ്റസ് തോമസിന്റെയും സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 14-ന് തളിപ്പറമ്പ ബക്കളത്തുള്ള ലക്സ്കോട്ടിക്ക ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ചടങ്ങ് ലയൺസ് ഇന്റർനാഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഏരിയ ലീഡർ V. വിജയകുമാർ രാജു ഉദ്ഘാടനം ചെയ്യും. ലയൺസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് 318 കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മാഹി തുടങ്ങിയ റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന 318 ഡിസ്ട്രിക്റ്റിൻ്റെ ക്യാബിനറ്റ് ഇൻസ്റ്റലേഷനും അതോടനുബന്ധിച്ച് അടുത്ത വർഷം 2024-25 ഡിസ്ട്രിക്ട് ഗവർണറുടെയും അതോടൊപ്പം തന്നെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർമാരുടെയും സ്ഥാനാരോഹണ ചടങ്ങ് ഈ വരുന്ന 14-ാം തീയതി ജൂലൈ 14-ാം തീയതി രാവിലെ 9:30 മണിക്ക് ലക്സോട്ടിക്ക കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് 318 ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ 5ഓളം ഡിസ്ട്രിക്റ്റുകളിൽ ഡിസ്ട്രിക്ട് 318 എന്നറിയപ്പെടുന്ന ഈ ജില്ലയുടെ വിവിധങ്ങളായ പരിപാടികൾ, സേവന പ്രവർത്തനങ്ങൾ, അതുപോലെ ഒട്ടനവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടപ്പിൽ വരുത്തുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ ഞങ്ങളുടെ തന്നെ ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ പാസ്റ്റ് ഇൻ്റർനാഷണൽ ഡയറക്ടർ ലയൺ V. വിജയകുമാർ രാജു PMJF നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയ ലീഡറാണ്. LCIFൻ്റെ ചാർജുള്ള അദ്ദേഹമാണ് നമ്മുടെ ഈ പ്രൗഢഗംഭീരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത്. അഡ്വക്കേറ്റ് AV വാമനകുമാർ പുതിയ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അഡ്വക്കേറ്റ് V. അമർനാഥ് അംഗങ്ങളിൽ നിന്നുള്ള ലയൺസ് ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലേക്കുള്ള ധനസഹായവും ഏറ്റുവാങ്ങും. ഈ വർഷം ഗ്രാമീണ മേഖലയിലെ 150-ൽ പരം സ്കൂളുകളിൽ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള പദ്ധതിയും അർഹതപ്പെട്ട 50 പേർക്കുള്ള സൗജന്യ പാർപ്പിട പദ്ധതിയും ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ടൈറ്റസ് തോമസ്, P. ഗംഗാധരൻ, ഷാജി ജോസഫ്, M. വിനോദ് കുമാർ, KPT ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു. അടുത്ത 4 ദിവസം തീവ്രമഴ. നാളെ കണ്ണൂരിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കാലവർഷം വീണ്ടും സജീവമാകുന്നത്. ഇന്ന് പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശനിയാഴ്ച കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ തീവ്രമഴയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലും തീവ്രമഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ, AVK നായർ റോഡ്, തലശ്ശേരി, MO റോഡ്, തൃശൂർ. സ്വർണം ഗ്രാമിന് 6760 രൂപ, പവന് 54,080 രൂപ, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞ്. ഇപ്പോൾ പിതൃത്വം ഏറ്റെടുക്കുന്നവർ പണ്ട് പദ്ധതി പൊളിക്കാൻ ശ്രമിച്ചവരെന്നും ഹസൻ. വിഴിഞ്ഞത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം. ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനും വിമർശനം. SNDP RSSനെ സഹായിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളെ പാടെ മറന്ന പ്രവർത്തന രീതി. വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും RSSൽ എത്തിക്കഴിഞ്ഞുവെന്നും MV ഗോവിന്ദൻ. വിമർശനം അനുസ്മരണ പരിപാടിക്ക്. ചെങ്കൽ തൊഴിൽ മേഖല പ്രതിസന്ധിയിൽ. സൂചനാ പണിമുടക്കവുമായി അസോസിയേഷൻ. പ്രതിഷേധവുമായി കലക്ടറേറ്റിലേക്ക് മാർച്ച്. പരിഹാരമായില്ലെങ്കിൽ ഓഗസ്റ്റ് 5 മുതൽ അനിശ്ചിതകാല പണിമുടക്കം. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.